ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4-ന്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുധാകരനുമായി നാളെ ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നും ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതും ചുമതല ഏൽക്കേണ്ടി വന്നത് നിയമന ഉത്തരവിലെ പിഴവ് മൂലം. ദേവീസ്തുതികളാൽ മുഖരിതമായി കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പക്കാവ്. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രത്തിൽ കോഴിക്കല്ലും. വാർത്തകൾ വിശദമായി. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4-ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു. പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള അർദ്ധ സൈനിക വിന്യാസം അടക്കമുള്ള വിഷയങ്ങളിൽ കമ്മീഷൻ കേന്ദ്രവുമായി ചർച്ച നടത്തി. മെയ് 5-ന് മുന്ന് വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്ന തരത്തിലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ തയ്യാറാക്കുക. കേരളത്തിൽ വിഷു അടക്കം ഉത്സവങ്ങൾ കൂടി കണക്കിലെടുത്താകും തീരുമാനമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. തീയതി പ്രഖ്യാപിച്ചാൽ ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് തീയതി വൈകിട്ട് പ്രഖ്യാപിക്കാനിരിക്കെ ജില്ലയിൽ രാഷ്ട്രീയ ചൂടുയരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു. UDF-ൽ ചില മണ്ഡലങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. NDA മുന്നണിയിലും പൂർണ്ണ ചിത്രം വ്യക്തമായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. ജില്ലയിൽ നാട്ടിക ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. എന്താണ് നിലവിലെ ജില്ലയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പരിപാടിക്കിൽ നിൽക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ഏറെ ദൂരം മുന്നിൽ പോയതാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവുന്നു. ഇതിലൊരു മാറ്റമായി പറയാനുള്ളത് ചാലക്കുടി മണ്ഡലത്തിൽ മാത്രമാണ്. ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് മാണി വിഭാഗത്തിന്റേതാണ്. ഇവിടെ ചാലക്കുടിയിലെ UDF കൗൺസിലറായ ബിജു ചിറയത്ത് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വരികയും അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 5 മണ്ഡലങ്ങളാണ് CPIക്കുള്ളത്. തൃശൂർ, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ. ഇവിടെയെല്ലാം യഥാക്രമം ആലങ്കോട് ലീലാകൃഷ്ണൻ, K രാജൻ, ഗീതാഗോപി, KK വത്സരാജ്, VR സുനിൽകുമാർ എന്നിവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും നിലവിലുള്ള MLA-മാർ തന്നെയാണ് മത്സരരംഗത്തിറങ്ങുന്നത്. മണലൂരിൽ മാത്രമാണ് ഇതിനൊരു അപവാദം. മണലൂരിൽ മുൻ മന്ത്രിയായ C രവീന്ദ്രനാഥ് രംഗത്തിറങ്ങുന്നു. ഇതേസമയം UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി UDF-നുള്ളിൽ പോലും ധാരണയായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 50ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതും എത്രത്തോളം എത്തുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോഴും പലയിടത്തും തീരുമാനമായിട്ടില്ല. തൃശ്ശൂരിൽ TV ചന്ദ്രമോഹന്റെ പേര് പറഞ്ഞെടുത്ത് ഇപ്പോൾ രാജൻ പല്ലൻ, മുൻ കോർപ്പറേഷൻ മേയറായ രാജൻ പല്ലന്റെ പേരാണ് പറയുന്നത്. രാജൻ പല്ലന് വേണ്ടി സഭയുൾപ്പെടെ രംഗത്ത് എത്തിയിരുന്നു. സഭയുടെ കീഴിലുള്ള ഒരു സഭ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നൊരു പരാമർശം നേരത്തെ പറഞ്ഞിരുന്നു. ഒല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്താണ്. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന്റെയും ജോസ് വള്ളൂരിന്റെയും പേരാണ് പറഞ്ഞിരുന്നത്. രാജേന്ദ്രൻ അരങ്ങത്ത് എന്ന പേര് അവസാനം നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ വൈശാഖിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി വൈശാഖിന്റെ പേരാണ് ഉയരുന്നത്. ചേലക്കരയിലും ഇത് തന്നെയാണ്. KV ദാസൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞെടുത്ത് ശിവൻ വീട്ടിക്കുന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. നേരത്തെ ചേലക്കര ലീഗിനുമായി കൈമാറ്റം ചെയ്യും എന്നൊരു പരാമർശം ഉയർന്നിരുന്നു. എന്നാൽ ലീഗിന് പോലും ചേലക്കര വേണ്ട എന്നുള്ളതായിരുന്നു ലീഗ് അപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി പറയാനുള്ളത് കുന്നംകുളത്താണ്. കുന്നംകുളത്ത് വലിയൊരു മാറ്റം. കുന്നംകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് പറഞ്ഞെടുത്ത് കുന്നംകുളം മണ്ഡലം നേരത്തെ പോലെ തന്നെ CMPക്ക് കൈമാറുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നെന്മാറയിൽ UDF-ന് വേണ്ടി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത വിജയകൃഷ്ണൻ കുന്നംകുളത്ത് AC മൊയ്തീനെതിരെ മത്സരിക്കുമെന്നറിയുന്നു. ഗുരുവായൂരിൽ CH റഷീദ്,
മണലൂരിൽ TN പ്രതാപൻ രംഗത്തിറങ്ങി കഴിഞ്ഞു. നാട്ടികയിൽ അവസാനം CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള പേര് പറഞ്ഞ് നാട്ടികയിൽ സുനിൽ ലാലൂർ, കയ്പമംഗലത്ത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന രീതിയിൽ TM നാസർ, മണലൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജനീഷ്, ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ, ചാലക്കുടിയിൽ നിലവിലെ MLA സനീഷ് കുമാർ ജോസഫ്. ഇനി പുതുക്കാടാണ്. പുതുക്കാട് ഒരു വനിതാ സ്ഥാനാർത്ഥി ജില്ലയിൽ നിന്ന് വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് സോണിയാഗിരിയുടെ, നേരത്തെ ഇരിങ്ങാലക്കുട ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗിരിയുടെ പേര് പറഞ്ഞിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ബാബുരാജിനെ മത്സരിപ്പിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ ജില്ലയിൽ നായർ സമുദായാംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയില്ല എന്നുള്ള പരാതി തന്നെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ TV ന്റെയും വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന്റെയും പേര് പരാമർശിച്ചിരുന്നിടത്ത് രണ്ടുപേരെയും മാറ്റി നിർത്തുമ്പോൾ ജില്ലയിൽ നിന്നും നായർ സമുദായാംഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലുമില്ല എന്നതാണ് ഇവർ ഉയർത്തുന്ന ആക്ഷേപം. BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പട്ടിക നാളെ പറയും എന്ന് പറയുന്നു. ആദ്യം A+ മണ്ഡലങ്ങളായ തൃശൂർ, ഗുരുവായൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത്. ഇവിടെ തൃശൂരിൽ പത്മജ വേണുഗോപാൽ, ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് നിവേദിത, മണലൂരിൽ KK അനീഷ് കുമാർ, കൊടുങ്ങല്ലൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, പുതുക്കാട് A നാഗേഷ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. എന്തായാലും വൈകിട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇടതുമുന്നണി ജില്ലയിൽ ഏറെ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയിരിക്കുകയാണ്. UDF ഇന്ന് വൈകിട്ടോടെ ചില സ്ഥാനാർത്ഥികളെ പറയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് നാളെയിലേക്കാകാം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ തെളിയും. സൂര്യ, ജില്ലയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് മുകേഷ് ലാൽ നൽകിയത്. K. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP മാർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച സുധാകരനുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF സർക്കാർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വെറും കബളിപ്പിക്കലാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷമെടുക്കാത്ത തീരുമാനങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ക്യാബിനറ്റ് എടുത്തത്. ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് സർക്കാരിന് തന്നെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാണ്. അവസാനത്തെ ക്യാബിനറ്റിൽ വെറുതെ തീരുമാനങ്ങൾ എടുത്തു. ഇതൊന്നും നടപ്പാക്കാനല്ല, ആളുകളെ കളിപ്പിക്കാനാണ്. ഈ കഴിഞ്ഞ 2-3 ക്യാബിനറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത എല്ലാ തീരുമാനങ്ങളും 2 ക്യാബിനറ്റിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനം എടുക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കാനല്ല, തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് ആയതോടുകൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്ന് അറിയാമല്ലോ. ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു, പുതിയ ഗവൺമെന്റ് വരും. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി AV ഗോപിനാഥ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തിരഞ്ഞെടുത്തു. നിയമന ഉത്തരവിലെ പിഴവ് മൂലമാണ് രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 8-ന് AV ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നുവെങ്കിലും സാങ്കേതികമായ പിഴവുകൾ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ കാലാവധി തീരുന്നതിന് മുൻപേ അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദമുയർന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ K കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ MU ഷിനിജയ്ക്ക് ഇത് ബാധകമാവില്ല. ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ.
മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. ഇനിയുള്ള നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തും. ഈ മാസം 22-നാണ് മീനഭരണി ആഘോഷം. മീനമാസച്ചൂടിൽ കോമരം തുള്ളുന്ന അരയാലിലകളെ സാക്ഷിയാക്കിയാണ് കുരുമ്പക്കാവിനെ ചെമ്പട്ടെടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നത്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ ദീപസ്തംഭത്തിന് കീഴിൽ വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ കുഴിയെടുത്തു മൂടി മൺതിട്ടയൊരുക്കി. അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളിത്തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. മറുപടിയായി വടക്കേ മലബാറിൽ നിന്നെത്തിയ തച്ചോളിത്തറവാട്ടുകാർ കോഴിക്കല്ലിൽ ആദ്യ കോഴിയെ സമർപ്പിച്ചു. ശേഷം വിവിധ ദിക്കുകളിൽ നിന്നെത്തിയ ഭക്തർ ഭഗവതിക്കായി പട്ടും കോഴിയും സമർപ്പിച്ച് ഭക്തി നിർഭരമായ അർപ്പണത്തിൽ പങ്കുചേർന്നു. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയായതോടെ ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു. അതോടെ മീനഭരണിയുടെ ഉത്സവ ദിനങ്ങൾക്കുള്ള ഔപചാരിക തുടക്കമായി. ഇനി മുളന്തണ്ടിൽ താളമിടുന്ന ഭരണിപ്പാട്ടുകളുടെ നാദവും അരവണിക്കിലുക്കവുമായി ഉറഞ്ഞുതുള്ളുന്ന കോമരക്കൂട്ടങ്ങളുടെ ആവേശവും നിറയും ദിവസങ്ങളാണ്. അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദനച്ചാർത്ത് പൂജയും ആയിരങ്ങൾ സാക്ഷിയാകുന്ന കാവുതീണ്ടലുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണിനാളിൽ വെന്നിക്കുടി നാട്ടി കൂശ്മാണ്ഡ ബലിയർപ്പിക്കുന്നതോടെ മീനഭരണി ആഘോഷത്തിന് സമാപനം കുറിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ UNAയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പണിമുടക്ക് താൽക്കാലികമായി പിൻവലിച്ചു. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് സമരം നിർത്തിയത്. ചർച്ചയ്ക്കായി ചൊവ്വാഴ്ച ഹൈക്കോടതിയിലെ മീഡിയേഷൻ സെന്ററിൽ ഹാജരാകാൻ മാനേജ്മെന്റുകളോടും UNA ഭാരവാഹികളോടും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശമ്പള വർധനവിന്റെ കാര്യത്തിൽ ഇനി 21 മാനേജ്മെന്റുകളുമായാണ് ധാരണയിലെത്താനുള്ളതെന്ന് UNA അറിയിച്ചു. ഇതിനകം 469 ആശുപത്രികളുമായി ധാരണയിലായെന്നും UNA വ്യക്തമാക്കി. തീർപ്പ് കൽപ്പിക്കാനുള്ള ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ 50% ഇളവ് ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2024 ഡിസംബർ 31 വരെ സംഭവിച്ച എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴയിൽ 50% ഇളവ് അനുവദിക്കാനാണ് തീരുമാനം. ഈ ചലാൻ കേസുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഈ ചലാനുകൾക്ക് പിഴത്തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. നിയമന ലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ ഏപ്രിൽ 30 മുമ്പ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് 50% ഇളവ് അനുവദിക്കുക. എഴുത്തുകാരുടെയും കഥാപാത്രങ്ങളുടെയും മനോഘടന വിശകലനം ചെയ്യുന്ന മനഃശാസ്ത്ര നിരൂപണ പദ്ധതി കൂടുതൽ ശക്തിപ്പെടണമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സംവാദ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ അനന്തൻ, ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ, ഡോക്ടർ ഉഷ കെ വാര്യർ, ഡോക്ടർ ഷാജി ജെയിംസ്, അനു അനിത എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, എഴുത്തുകാരായ MD രത്നമ്മ, നഫീസത്ത് BV, അപർണ ബാലകൃഷ്ണൻ, P വിനോദ്, രാജലക്ഷ്മി മാനഴി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മറ്റത്തൂർ കൊരേച്ചാൽ വാർഡിലെ ഗ്രീൻ വാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വാർഡംഗം അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ. നോമ്പുകാലത്ത് ആരോഗ്യദായകമായ ഔഷധക്കഞ്ഞി വിതരണം ചെയ്ത് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് മസ്ജിദ്. നോമ്പിന്റെ വ്രതശുദ്ധിയിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക കൂടിയാണ് ഇവിടത്തെ ഔഷധക്കഞ്ഞി.
തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലക്കഞ്ഞി വിതരണത്തിൽ പങ്കുകൊള്ളാനെത്തുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്ന മുടിക്കോട് സ്വദേശി യാറത്തുവളപ്പിൽ റഫീഖാണ് കഴിഞ്ഞ 47 വർഷമായി നോമ്പ് തുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 47 വർഷത്തോളമായി. നമ്മുടെ ഇവിടെ ഒരു ഖത്തീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് ഇവിടെ വിതരണം പണി ആരംഭിച്ചു. പിന്നെ കമ്മിറ്റിക്കാർ നല്ല സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് ഇവിടെ കഞ്ഞി വെച്ച് വരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന വിശിഷ്ട സ്വാദുള്ള മട്ടൻ കറിക്കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ കഞ്ഞി കുടിക്കാൻ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ആളുകളെത്തും. നോമ്പിലെ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും 30 കിലോ മട്ടനും 100 കിലോ അരിയും ഉപയോഗിച്ചാണ് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കുന്നത്. 2500ഓളം പേർക്കുള്ള കഞ്ഞിയാണ് ഇവിടെ ദിവസവും തയ്യാറാക്കുക. വിശ്വാസികൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് കഞ്ഞി വിതരണം മുടങ്ങാതെ കൊണ്ടുപോകുന്നതെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എ അബ്ദുൽ ബാസിദ് പറഞ്ഞു. 1000-1500 പേരോളം ഇവിടെ നോമ്പ് തുറക്കാൻ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ അല്ല അത്രയ്ക്കും തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുത്തേക്കും. ഇതിന്റെ എല്ലാ പൊതുജനങ്ങളുടെ സംഭാവന പ്രകാരമാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ജാതി മത വ്യത്യാസമില്ലാതെ ചോദിക്കുന്നവർക്ക് എല്ലാവരും നിർലോഭം നമ്മളിത് നൽകി പോരുന്നുണ്ട്. ഈ കഞ്ഞിയുടെ തമിഴ്നാട്ടിൽ നിന്നൊരു മുസ്ലിം തമിഴ് ഖത്തീബിന്റെ മെനു ആണ് ഇവിടെ നടത്തി പോരുന്നത്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ തയ്യാറാക്കുന്ന മട്ടൻ കഞ്ഞിക്ക് 55,000 രൂപയും ചെലവ് വരും. ഇത്തവണത്തെ നോമ്പുകാലത്ത് വിശേഷ ദിവസങ്ങളിൽ ജാർഖണ്ഡ് സ്വദേശി അൽത്താഫ് തയ്യാറാക്കി നൽകുന്ന കരിമ്പിൻ ജ്യൂസാണ് മറ്റൊരു പ്രത്യേകത. അവിടെ കരിമ്പ് ജ്യൂസാണ്. കരിമ്പ് ജ്യൂസ് ശുദ്ധമായി നമ്മുടെ കൊടുക്കുന്നത്. അവിടെ ഐസ് ഇല്ലാണ്ട് കൊടുക്കണം. ഐസ് പറയുമ്പോൾ നമ്മുടെ കൊടുക്കും. ഇത് ഈ പരിപാടി നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ഒരു 15-16 കൊല്ലം നമ്മുടെ ഇതും നടക്കുന്നത്. കരിമ്പ് ഒരു 1000 പരിപാടിയിൽ ഒരു 20 കെട്ട് കരിമ്പ് വേണ്ടിവരും. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം സാംസ്കാരിക നഗരിയിലെ നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഇടം കൂടിയായി മാറുകയാണ് ചെട്ടിയങ്ങാടി പള്ളിയും ഇവിടുത്തെ ഔഷധക്കഞ്ഞി വിതരണവും. TCV ന്യൂസ്, തൃശൂർ. പറപ്പൂരിൽ തോട്ടിൽ വീണ പശുവിനെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ചാലക്കപ്പാടത്തിന് സമീപമുള്ള തോട്ടിലാണ് കുന്നത്ത് വീട്ടിൽ അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പശു അബദ്ധത്തിൽ വീണത്. അരയ്ക്കൊപ്പം ചെളിയുള്ള തോട്ടിൽ കുടുങ്ങിയ പശുവിനെ പുറത്തെടുക്കാൻ ഉടമയും നാട്ടുകാരും ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ വിവരം അറിയിക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പശുവിനെ സുരക്ഷിതമായി കരയ്ക്ക് കയറ്റി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ഭാഗമായി ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്ന പെരുവനം തൊടുകുളം വൃത്തിയാക്കി. ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത്. ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കാളികളായി. തിരുവില്ലാമല പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിൽ ഫെബ്രുവരിയിൽ തന്നെ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം എത്തിച്ചിരുന്നുവെന്നും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പറഞ്ഞു. എളനാട് തൃക്കണ്ണായ മഹൽ പള്ളിയിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഉസ്താദുമാരായ ഖമറുദ്ദീൻ അൻവരി, ഖാജ അൻവരി, ഉസ്മാൻ ഫൈസി, ഇസ്മായിൽ അൻവരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, യൂത്ത് ഫെഡറേഷൻ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യാത്ര തിരിച്ച ET ടൈസൺ MLAക്ക് കയ്പമംഗലത്ത് യാത്രയയപ്പ് നൽകി. ശ്രീനാരായണപുരം പള്ളിനടയിലെ MLA ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്രയിൽ വാദ്യമേളങ്ങളും ഇരുചക്ര വാഹനങ്ങളും അകമ്പടിയായി. ജില്ലാ അതിർത്തിയായ മുത്തങ്ങുന്നത്ത് പറവൂർ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് ET ടൈസൺ നേരിടുന്നത്. ചാഴൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. KA ദിവാകരൻ അധ്യക്ഷയായി.
ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, VK സന്തോഷ് കുമാർ, EW വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. രാത്രിയുടെ മറവില് അവർക്ക് അതിൽ അഭിമാനം കൊള്ളുകയും അതിന് മുൻപ് കേരളത്തിൽ മുഴുവൻ എന്താ പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വാസുപുരം കുഞ്ഞക്കര റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ, മുൻ വാർഡ് മെമ്പർ ദിവ്യ സുധീഷ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ചെമ്മാപ്പിള്ളി കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ചേർപ്പ് തിരുവുള്ളക്കാവ് സ്വദേശി പെരുവന്നത്ത് വീട്ടിൽ 74 വയസ്സുള്ള രാജനാണ് മരിച്ചത്. തൃപ്രയാർ രാമൻ മേനോൻ റോഡിൽ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്ന ഇയാൾ. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവില്ലാമല കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തെക്കുംപുരി ദേശത്തിനു വേണ്ടി കലാമണ്ഡലം ലാവണ്യ സുനിലിന്റെ നേതൃത്വത്തിൽ വിവിധ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ അധ്യക്ഷത വഹിച്ചു. ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് അലി ഷിഹാബുദ്ദീൻ സാദി റംസാൻ സന്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, P ഗോപാലകൃഷ്ണൻ നായർ, മോഹനകൃഷ്ണൻ ഓട്ടത്ത്, VS സുനീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവ മഹലിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഗൾഫ് പാർക്ക് ബാബുവിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മഹൽ ഖത്തീബ് സലീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് ഉബൈദുള്ള അലി അധ്യക്ഷനായി. ES ഖാദർ, അഷ്റഫ് കുട്ടിലിങ്ങൽ, RK മുസ്തഫ, PM അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C അബൂബക്കറിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ബ്ലാങ്ങാട് ജുമേറ പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ KD വീരമണി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, KPCC അംഗം PK അബൂബക്കർ ഹാജി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, CA ഗോപപ്രതാപൻ, TS അജിത് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ ഇളനീരാട്ട് വേല മഹോത്സവം ആഘോഷിച്ചു. നടതുറപ്പ് അഭിഷേകം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, തന്ത്രിപൂജ എന്നിവ നടന്നു. തുടർന്ന് ശരണമന്ത്രത്തോടെ ഇളനീർ അഭിഷേകം നടന്നു. തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൈതക്കോട്ട് മനക്കൽ നാരായണൻ ഭട്ടതിരിപ്പാട എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരായി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4-ന്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുധാകരനുമായി നാളെ ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നും ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത് നിയമന ഉത്തരവിലെ പിഴവും. ദേവീസ്തുതികളാൽ മുഖരിതമായ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ്. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച ക്ഷേത്രത്തിൽ കോടിക്കല്ലും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.